ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു നാച്ചുറൽ ഷാംപൂ യൂസ് ചെയ്ത് എങ്ങനെ ഹെയർ ഫോൾ കുറയ്ക്കാം, ഡാൻഡ്രഫ് കുറയ്ക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്നവണ്ണമാണ് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കുന്നത്. അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമ്മൾ യൂസ് ചെയ്തത് വേറൊന്നുമല്ല, റൈസ് വാട്ടറാണ്. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ വീടുകളും ഉണ്ടാകുന്ന കഞ്ഞിവെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്, റൈസ് വാട്ടർ എന്ന് പറയുന്നത് കൊറിയൻ, ജാപ്പനീസ് സ്കിൻ കെയർ പ്രോഡക്ട്സിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം കൊറിയൻസ് വരെ യൂസ് ചെയ്യുന്ന ആ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് നമുക്കും യൂസ് ചെയ്യാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള 100% എഫക്റ്റീവാണ് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ നമ്മുടെ മുഖത്തും തലയിലൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്, ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഞ്ഞിവെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് തരം കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അരി കഴുകിയ വെള്ളമല്ല, കഞ്ഞി നമ്മൾ വാർക്കും, കഞ്ഞി ആക്കി കഴിഞ്ഞിട്ട് വാർത്ത് വെച്ചിട്ടുള്ള ആ കഞ്ഞിവെള്ളം, അതും തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ്. കുറച്ച് മണവും ഒരു കൺസിസ്റ്റൻസിയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സെയിം എമൗണ്ട് വാട്ടറും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കഞ്ഞിവെള്ളം എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മുടിയിൽ കഞ്ഞിവെള്ളം തേക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഉള്ള കഞ്ഞിവെള്ളം മുഴുവനായിട്ടും ഇങ്ങനെ ഒഴിക്കാതെ സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ മസാജ് ചെയ്യാൻ നോക്കുക. പിന്നെ ബാക്കിയുള്ള വരുന്ന കഞ്ഞിവെള്ളം നമ്മൾ മുടിയുടെ അറ്റത്തോട്ടുള്ള ഭാഗങ്ങളിലായിട്ട് തേക്കണം. പിന്നെ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, കഞ്ഞിവെള്ളം തേക്കുമ്പം നല്ല മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും, അത് ഉള്ളിലേക്ക് ഹെയറിൻ്റെ പോർസിലേക്കൊക്കെ ചെല്ലാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ അത്ര സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല, ഒരു 5 മിനിറ്റൊക്കെ വെച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് വരാം. ഇതാണ് ആഫ്റ്റർ യൂസിങ് റൈസ് വാട്ടർ. അപ്പം നമ്മൾ റൈസ് വാട്ടറൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ്സാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് വെച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ വാഷ് ആക്കി, അത് കഴിഞ്ഞിട്ട് ഷാമ്പൂ കണ്ടീഷണറൊന്നും യൂസ് ചെയ്തിട്ടില്ല, നാച്ചുറലായിട്ട് തന്നെ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ആക്ച്വലി ഒരു 6 months ബാക്ക് എൻ്റെ ഹെയർ ഇത്രയും നീളമൊന്നും ഉണ്ടായിരുന്നില്ല, അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്റ്റെപ്സൊക്കെ ഈ ഒരു ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഹെയർ ഇപ്പോൾ ഇത്രയും നീണ്ടിരിക്കാൻ കാരണം. സോ നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഹെൽപ്ഫുൾ ആകുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു വൈറ്റ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വരുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.